മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിന് ശേഷം നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ നഴ്സസ് ടൈമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. 1 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അതേ കൂട്ടുകാരെ, നാം ഓരോരുത്തരും രാവും പകലും കർത്താവിൻ്റെ വചനങ്ങൾ ധ്യാനിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടവരാണ്. ഇന്ന് നമുക്കായി വചനം പങ്കുവച്ച് തരുന്നത് ബഹുമാനപ്പെട്ട ജോൺ പുത്തമ്പുരയ്ക്കൽ അച്ഛനാണ്. പ്രാർത്ഥനയോടെ അച്ഛനിലൂടെ ഈശോ എന്താണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1 അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനമനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ക്രിസ്തീയ ചരിത്രത്തിലെ, ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ 2 വനിതകളുടെ സമാഗമം, കണ്ടുമുട്ടലാണ് സുവിശേഷത്തിൽ നിന്ന് നാം വായിച്ചറിയുക. ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയവും പരിശുദ്ധ എലിസബത്തും കണ്ടുമുട്ടുന്ന രംഗം. ഒരാൾ ദൈവപുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സദ്വാർത്ത, മംഗലവാർത്ത സ്വീകരിച്ച വ്യക്തി. അപര ദൈവപുത്രൻ്റെ, രക്ഷകൻ്റെ
മുന്നോടിയായ സ്നാപക യോഹന്നാൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത സ്വീകരിച്ചവൾ. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഏറ്റവും സന്തോഷകരമായ വിശുദ്ധമായ രംഗമാണ് സുവിശേഷത്തിൽ നാം കാണുക. ഈ കണ്ടുമുട്ടലിന് സമാഗമത്തിന് മുൻകൈയെടുക്കുന്നത് പരിശുദ്ധ മറിയം തന്നെയാണ്. മംഗളവാർത്ത സ്വീകരിച്ച അവസരത്തിൽ തന്നെ അവൾ ദൈവദൂതനിൽ നിന്നറിയുന്നു തൻ്റെ ബന്ധുവായ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ സ്വീകരിക്കുവാനുള്ള ഭാഗ്യം, അനുഗ്രഹം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ദൈവപുത്രൻ്റെ അമ്മയാകാൻ കന്യകയായ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ അടയാളത്തിന്, തിരഞ്ഞെടുപ്പിന് ഉറപ്പായി അവൾക്ക് ലഭിച്ച വാർത്തയും സദ്വാർത്തയുമായിരുന്നു സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ഉള്ള അറിയിപ്പ്. ആ വാർത്ത സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അവൾ എലിസബത്തിനെ സന്ദർശിക്കുവാനുള്ള തിടുക്കത്തിൽ ആയിരുന്നു. സുവിശേഷം നമ്മോട് പറയുന്നു, മറിയം താൻ ജീവിച്ച നസ്രത്തിൽ നിന്ന് തിടുക്കത്തിൽ ഒരു പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു എന്ന്. മറിയം ജീവിച്ചിരുന്ന നസ്രത്തിൽ നിന്ന് ഐൻഗരേമിലേക്കുള്ള ദൂരം ഏകദേശം 150 കിലോമീറ്ററാണ്. ഈ 150 കിലോമീറ്റർ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് യാത്ര ചെയ്യാൻ ഒരാഴ്ച സമയമെടുക്കും, 7 ദിവസങ്ങൾ. സാബത്ത് ദിവസം യാത്ര തുടങ്ങുകയോ അല്ലെങ്കിൽ യാത്രക്കിടയിൽ സാബത്ത് ദിവസം വരികയോ പാടില്ല. അതുകൊണ്ട് മറിയം സ്വാഭാവികമായും 8-9 ദിവസങ്ങൾ ഈ യാത്രയ്ക്ക് വേണ്ടി എടുത്തിരിക്കാം. തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ തിടുക്കത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അവൾക്ക് എലിസബത്തിനെ കാണുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള തിടുക്കം, അവളെ അഭിനന്ദിക്കുവാനുള്ള തിടുക്കം, അവളോടൊപ്പം ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാനുള്ള തിടുക്കം. എന്നാൽ ഈ തിടുക്കത്തിൽ അവൾ അവഗണിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ യുവതിയായ അവൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഒരു കൂട്ടത്തോടൊപ്പം, യാത്രാസംഘത്തോടൊപ്പം മാത്രമേ അവൾക്ക് യാത്ര ചെയ്യാൻ സാധ്യമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും എടുത്ത് അവയെല്ലാം പെട്ടെന്ന് ക്രമീകരിച്ച് അവൾ ധൃതിയിൽ, തിടുക്കത്തിൽ എലിസബത്തും സക്രിയായും ജീവിച്ചിരുന്ന ഐൻഗരേമിലേക്ക് പോയി എന്നാണ് പറയുന്നത്. പരിശുദ്ധ മറിയത്തിൻ്റെ അഭിവാദനത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിത്തീരുന്നു. അവളുടെ ഉദരത്തിലുള്ള ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി. എലിസബത്ത് വളരെ സന്തോഷത്തോടുകൂടി, ഹൃദയത്തിൻ്റെ തുറവിയോടുകൂടി പരിശുദ്ധ അമ്മയെ അവൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പുകഴ്ത്തുന്നു. കർത്താവിൻ്റെ അമ്മ, രക്ഷകൻ്റെ അമ്മ തൻ്റെ അടുക്കൽ വരാനുള്ള ആ ഭാഗ്യം, അവളെ സ്വീകരിക്കാനുള്ള ഭാഗ്യം, അതിനെക്കുറിച്ചാണ് എലിസബത്ത് സന്തോഷവായ്പോടുകൂടി പ്രകീർത്തിക്കുക. മറിയത്തിൻ്റെ വിശ്വാസത്തെയും എലിസബത്ത് പ്രകീർത്തിക്കുന്നുണ്ട്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിൻ്റെ സകല ഭാഗ്യങ്ങളുടെയും അടിസ്ഥാനം അവൾ കർത്താവിൻ്റെ തിരുഹിതത്തിന്, വാക്കിന് പൂർണ്ണസമ്മതം നൽകി എന്നുള്ളത് തന്നെയായിരുന്നു. നമ്മുടെ ആരാധനക്രമത്തിലെയും യാമനമസ്കാരങ്ങളിലെയും ക്രിസ്തീയ ആധ്യാത്മികതയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി തീർന്ന മറിയത്തിൻ്റെ സ്തോത്രഗീതം മാഗ്നിഫിക്കാത്ത് ഈ അവസരത്തിലാണ് നാം ശ്രവിക്കുക. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് തുടങ്ങുന്ന മറിയത്തിൻ്റെ സ്തോത്രഗീതം. നാം ഈ സ്തോത്രഗീതത്തിൽ കാണുന്ന കാര്യങ്ങൾ നമുക്കിപ്രകാരം സംക്ഷിപ്തമായി പറയാം. ഒന്ന്, എളിയവളായ തൻ്റെ അവസ്ഥയെ തൃക്കൺ പാർത്ത്
തന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്ന, ദൈവത്തിൻ്റെ തീരുമാനത്തിന് പരിപാലനയ്ക്ക് നന്ദി പറയുന്ന പരിശുദ്ധ അമ്മ. 2, എളിയവരോട് കരുണ കാണിക്കുന്നവനായ, താഴ്ന്നവരോട് കരുണ കാണിക്കുന്നവനായ ദൈവത്തിന് നന്ദി. 3, അഹങ്കാരികളെ ചിതറിച്ചു കളയുന്ന, തകർത്ത് കളയുന്ന ദൈവത്തിൻ്റെ നീതി. 4, ഈ നടന്നതെല്ലാം ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ, പിതാക്കന്മാരോടും പ്രവാചകന്മാരോടും ദൈവം അരുളി ചെയ്ത വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി കാണുന്ന പരിശുദ്ധ അമ്മ. ഈ സ്തോത്രഗീതത്തിന് ശേഷം സുവിശേഷകൻ വളരെ സംക്ഷിപ്തമായി, വളരെ ചുരുക്കമായി ഒരു വാചകത്തിൽ മറിയം എന്ത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് മറിയം അവളുടെ കൂടെ, എലിസബത്തിൻ്റെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഇവിടെയാണ് നാം കാണുക പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്തിൻ്റെ അർത്ഥം എന്തായിരുന്നുവെന്ന്. എന്തിനു വേണ്ടിയാണ് അവൾ ഇത്ര വലിയൊരു യാത്ര ഏറ്റെടുത്ത് ഐൻകരയിലേക്ക് പുറപ്പെട്ടത് എന്ന്. യുവതിയായ അവളും ഒരു പുത്രനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നു, ഒരു ശിശുവിനെ ഉദരത്തിൽ പേറുന്നു. അവൾ എന്തിനു വേണ്ടിയാണ് ദീർഘമായ ഈ യാത്ര ഏറ്റെടുത്തത്? അവൾ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ, അവളോടൊപ്പം ആയിരിക്കുവാൻ, അവളോടൊപ്പം ദൈവത്തിന് നന്ദി പറയുവാൻ, അവളിൽ നിന്ന് ചിലതൊക്കെ സ്വീകരിക്കുവാൻ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇവിടെയാണ് ലോകമെങ്ങുമുള്ള നേഴ്സുമാരായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന സഹോദരീ സഹോദരന്മാർക്കുള്ള സന്ദേശം നാം കാണുക. പരിശുദ്ധ മറിയത്തിൻ്റെയും പരിശുദ്ധ എലിസബത്തിൻ്റെയും സമാഗമത്തിൻ്റെ വേദിയിൽ നിന്ന്, അവരുടെ പരസ്പരമുള്ള ദൈവത്തെ സ്തുതിക്കുന്ന മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, അവരൊപ്പമായിരിക്കുന്ന 3 മാസത്തെ സഹവാസത്തിൽ നിന്ന് നാം തിരിച്ചറിയുന്നു ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് നേഴ്സുമാരുടെ, പുരുഷന്മാരുടെയും വനിതകളുടെയും ശുശ്രൂഷയുടെ അർത്ഥം എന്താണെന്ന്. നാം ഒന്നാമതായി അറിയുക, പ്രാർത്ഥനയാൽ നിറയുന്ന ഒരു മനസ്സോടുകൂടി വേണം ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ. ആത്മാവിനാൽ നിറഞ്ഞവരായി ശുശ്രൂഷ ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ അരൂപിയാൽ നിറഞ്ഞവരായി ശുശ്രൂഷ ചെയ്യുക. യേശു നമ്മോട് അരുൾ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുമ്പോൾ, ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന്. അവിടുന്ന് വീണ്ടും അരുൾ ചെയ്തിട്ടുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി എൻ്റെ ജീവനെ നൽകാനുമാണ്. യേശുവിൻ്റെ ഈ വാക്കുകളാണ് നാം ശുശ്രൂഷയുടെ അന്തസത്തയായി, ശുശ്രൂഷയുടെ ചൈതന്യ സ്രോതസ്സായി സ്വീകരിക്കേണ്ടത്. ശുശ്രൂഷയ്ക്കായി നിങ്ങൾ സജ്ജരാകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ, യേശുവിൻ്റെ വചനങ്ങളാൽ, യേശുവിൻ്റെ മനസ്സിനാൽ നിറഞ്ഞവരാകുക. സമീപകാലത്ത് സഹോദരന്മാർ, ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരിൽ ഒരാൾ പറയുകയുണ്ടായി, പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം അന്ന് ശുശ്രൂഷയ്ക്ക് വളരെയേറെ വ്യത്യാസമുണ്ടാകുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പല അവസരങ്ങളിലും ആവശ്യപ്പെടാറുണ്ട്, ഇന്ന് ഞാൻ കാണുന്ന രോഗികളെല്ലാം കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുമുഖം കാണുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. ആ വ്യക്തി തൻ്റെ അനുഭവം ഇപ്രകാരമാണ് വിവരിക്കുന്നത്. അങ്ങനെ പ്രത്യേകമായി പ്രാർത്ഥിച്ച് സവിശേഷമായ ഒരു അർത്ഥനയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആത്മീകമായ നിറവ്, സന്തോഷം, സമാധാനം അദ്ദേഹം ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് ലഭ്യമാകുന്നു എന്ന്. രോഗികൾ ഈ സഹോദരനോട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇന്ന് നിനക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട്, ഇന്ന് നിൻ്റെ മുഖത്തേറെ സമാധാനമുണ്ട്, നിൻ്റെ മുഖത്തേറെ സന്തോഷമുണ്ട് എന്ന്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാം ശുശ്രൂഷിക്കുന്നത് രോഗങ്ങളാൽ, ശാരീരിക വേദനകളാൽ, മാനസികമായ അസ്വസ്ഥതകളാൽ ബുദ്ധിമുട്ടുന്നവരെയാണ്.
യേശുവിനാൽ നിറഞ്ഞ്, അവിടുത്തെ ആത്മാവിനാൽ നിറഞ്ഞ് അവർക്ക് നാം ചികിത്സ നൽകുമ്പോൾ, മരുന്നുകൾ നൽകുമ്പോൾ, അവരെ ഒന്ന് സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളിലൂടെ യേശു അവരിലേക്ക്, അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ മനസ്സിലേക്ക്, ആത്മാവിലേക്ക് സന്നിവേശിക്കപ്പെടും. സൗഖ്യം നൽകുന്ന യേശുവിൻ്റെ കരം നിങ്ങളുടെ വാക്കുകളിലൂടെയും നിങ്ങളുടെ പെരുമാറ്റങ്ങളിലൂടെയും നിങ്ങളുടെ ചികിത്സകളിലൂടെയും അവർക്ക് ലഭിക്കും. ഒന്നാമതായി നാം ഇതറിയുക. രണ്ടാമതായി, ശുശ്രൂഷയ്ക്കായി നമുക്ക് അതൊരു ഔദ്യോഗിക അല്ലെങ്കിൽ നാം ഏറ്റെടുത്തിരിക്കുന്ന വേല എന്നുള്ളതിനപ്പുറം ഒരു താല്പര്യമുണ്ടാകുക. ശുശ്രൂഷയ്ക്കായി, സർവീസിനായി നമുക്ക് താല്പര്യമുണ്ടാകുക. ശുശ്രൂഷിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തണം. അതൊരു ആവേശമായി, ഒരു തീവ്രമായ ആഗ്രഹമായി നമ്മുടെ ഉള്ളിൽ ജ്വലിക്കണം. നാം അറിയുക, യേശു തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുമ്പോൾ, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുമ്പോൾ, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുമ്പോൾ, രോഗികളെ സന്ദർശിക്കുമ്പോൾ, പരിചരിക്കുമ്പോൾ നമ്മൾ യേശുവിന് തന്നെയാണ് ഇവയെല്ലാം നടത്തി കൊടുക്കുന്നത് എന്ന്. പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്തിൻ്റെ അന്തിമമായ ഒരു ലക്ഷ്യം കൂടി, ഒരുപക്ഷേ അന്നത്തെ കാലത്തെ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചത് അവളെ ശുശ്രൂഷിക്കാൻ മാത്രമായിരുന്നില്ല. അക്കാലഘട്ടത്തിലെ സംസ്കാരമനുസരിച്ച് ഒരു യുവതി താൻ ഗർഭവതിയായി ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ പ്രായമുള്ള, പക്വതയുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോകുമായിരുന്നു. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? നമ്മുടെ ഈ കാലഘട്ടത്തിലെ പോലെ ആശുപത്രിയോ സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അവർ കുറേ കൂടി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. ഇന്നുള്ള സ്കാനിങ്ങോ ഇതര പ്രസവത്തിന് മുമ്പുള്ള ശുശ്രൂഷയ്ക്കോ ഒക്കെ അപ്പുറമായിട്ട് യഹൂദന്മാർ വിശ്വാസം അർപ്പിച്ചിരുന്നത്, വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിൽ അവർ വിശ്വാസം അർപ്പിച്ചിരുന്നത് ദൈവത്തിലാണ്. ഒരു കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ മെനയുന്നത് യഹോവയായ ദൈവമാണെന്ന് അവർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അപ്പോൾ തനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള, ആത്മിക നിറവുള്ള, മാനസിക പൂർണ്ണതയുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായി ഒരു സ്ത്രീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു നിശ്ചിത കാലഘട്ടം മാറ്റിവെക്കണമായിരുന്നു. അങ്ങനെയൊരു അനുഭവത്തിന് വേണ്ടി കൂടി ആയിരുന്നിരിക്കണം പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് പോയത്. എലിസബത്തിനെ 3 മാസം ശുശ്രൂഷിച്ചുകൊണ്ട് പുരോഹിത പത്നിയായ അവളിൽ നിന്ന് വേണ്ട ആത്മീക നിറവ് സ്വീകരിച്ചുകൊണ്ട് മറിയം 3 മാസം അവളോടൊപ്പം കഴിഞ്ഞു. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെയും എലിസബത്തിൻ്റെയും പരസ്പരമുള്ള കണ്ടുമുട്ടലിൻ്റെ, സമാഗമത്തിൻ്റെ പൂർണ്ണത നാം തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അനേകമനേകം രോഗികളെ ശുശ്രൂഷിക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെയും എലിസബത്തിൻ്റെയും സന്ദർശനത്തിൽ നിന്ന് ശുശ്രൂഷയുടെ, സ്നേഹത്തിൻ്റെ, നൽകലിൻ്റെ ഈ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. ശുശ്രൂഷ നിർവഹിക്കുവാനായി, ശുശ്രൂഷിക്കുവാൻ വേണ്ടി വന്ന യേശുവിനോട് നമുക്കിതിനു വേണ്ട കൃപയാചിക്കാം. അനേകമനേകം വരങ്ങൾ നൽകുന്ന ആത്മാവിനോട്, രോഗശാന്തിയുടെ വരം നൽകുന്ന ആത്മാവിനോട് നമുക്ക് ഈ മനസ്സ് ലഭിക്കാൻ വേണ്ടി, ആത്മാവ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ എപ്പോഴുമുണ്ട്. ആ അമ്മയോട് നമുക്ക് അവളുടെ ശുശ്രൂഷയുടെ, കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ അരൂപി തരാനായി പ്രാർത്ഥിക്കാം. നമുക്ക് തുടർന്നും നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വേലയിലൂടെ അനേകമനേകരെ ശുശ്രൂഷിച്ച് വിശുദ്ധരാകാം, വിശുദ്ധി പ്രാപിക്കാം. അതിനുവേണ്ട മാധ്യസ്ഥം പരിശുദ്ധ അമ്മയോട് നമുക്ക് യാചിക്കാം. പരിശുദ്ധ എലിസബത്തിനോട് നമുക്ക് യാചിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോണച്ചനിലൂടെ നാം കേട്ട വചനത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സങ്കീർത്തനം 119, 105 പറയുന്നത് പോലെ ഈ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം ഓരോ നഴ്സുമാരും വചനത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞാൽ ആ ശക്തി തീർച്ചയായും
നമ്മുടെ കരങ്ങളിലൂടെ നാം ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്കും ഒഴുകും. അവിടെ വലിയ അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കും. എന്നും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് വചനം വായിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. വചനം വായിച്ചതിന് ശേഷം മാത്രം ഡ്യൂട്ടി തുടങ്ങുക. നമ്മുടെ കരങ്ങളിലൂടെ നമ്മുടെ ഈശോ അവിടുത്തെ സൗഖ്യം ഒഴുകട്ടെ. രോഗികളിലേക്ക് മാത്രമല്ല, നീറുന്ന പ്രശ്നങ്ങളുമായി നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹപ്രവർത്തകരിലേക്കും ആശ്വാസമായി കടന്നു ചെല്ലാൻ നമ്മുടെ ഈശോ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇനി നമുക്ക് ഒരു നഴ്സിൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട ഒരു സാക്ഷ്യം ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജിസ. ഞാൻ UAE നഴ്സായി വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായി അജ്മാനിൽ താമസിക്കുന്നു. ഭർത്താവ് നെൽസൺ, മോള് മിഷേൽ. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ 2ാമത് പ്രഗ്നൻ്റായി. 5ാം മാസത്തിൽ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് ആൺകുട്ടിയാണെന്ന്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. കൂടെ ഡോക്ടർ ഒരു കാര്യവും പറഞ്ഞു, കുഞ്ഞിന് ഹാർട്ടിന് മേജർ പ്രോബ്ലമാണ്. അവൻ്റെ ഹാർട്ടിന് 2 ചേമ്പേഴ്സേ ഉള്ളൂ. ഈ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല. ജീവിച്ചിരുന്നാൽ തന്നെ ഒത്തിരി സർജറി വേണ്ടി വരും. സർജറി ചെയ്താലും കുഞ്ഞ് ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമായി. ഈ കുഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടായി മാറുമോ? ദുഃഖവും നിരാശയും മാറി മാറി വന്നു. എങ്കിലും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വരം ശ്രവിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഈശോ എന്നോട് ചോദിച്ചു, ഈ കുഞ്ഞ് 1 മണിക്കൂറാണ് ജീവിച്ചിരിക്കുന്നതെങ്കിലും നിനക്കിതിനെ ഒരു വിശുദ്ധനായി എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഈ ഒരു ചോദ്യം എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അതുവരെയുണ്ടായ ദുഃഖവും നിരാശയും എല്ലാം മാറി. കർത്താവിൽ പൂർണ്ണമായി ഞാൻ വിശ്വാസമർപ്പിച്ചു. ഈശോ എൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ ഓരോ മേഖലകളും എനിക്ക് കാണിച്ചു തന്നു. അതെല്ലാം ഉപേക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എനിക്ക് സഹായിച്ചു. നേഴ്സസ് മിനിസ്ട്രി എന്നെ ഒത്തിരി സഹായിച്ചു. ആത്മീയമായി അവരെന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി. എനിക്ക് വേണ്ടി അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ ഒത്തിരി വചനം കേൾക്കുകയും കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒന്നായി ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെയുള്ള പല ഹോസ്പിറ്റലിലും ഈ ഡെലിവറി അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോയി. അവിടെ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ റിപ്പോർട്ട്സുകൾ ഡോക്ടറെ കാണിച്ചു. അവരെന്നോട് ചോദിച്ചു, നീ ഒരു സ്റ്റാഫ് നേഴ്സല്ലേ? ഈ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നിനക്ക് സിസേറിയൻ ആണെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. പിന്നെ നീ എന്തിന് ഈ സാഹസത്തിന് മുതിർന്നു? ഞാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഫീറ്റൽ എക്കോ ചെയ്തു. അവർ പറഞ്ഞു, കുഞ്ഞിന് മേജർ ഹാർട്ട് പ്രോബ്ലമാണ്. സർജറി ചെയ്താലും കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ദൈവത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്തു. ഫുൾ ടൈം ആയപ്പോൾ കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് പുറത്തെടുത്തു. അങ്ങനെ സിസേറിയൻ ചെയ്ത ഉടനെ തന്നെ കുഞ്ഞിനെ ഞങ്ങൾ മാമോദീസ നൽകി. മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന അർത്ഥമുള്ള ജെറമിയ എന്ന പേര് നൽകി. പുറമേ നിന്ന് നോക്കുമ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞ്. ഫീറ്റൽ എക്കോ ചെയ്തപ്പോൾ കുഞ്ഞിന് മേജർ ഹാർട്ട് പ്രോബ്ലം ആണെന്ന് അറിഞ്ഞു. അങ്ങനെ 7 ദിവസം കുഞ്ഞ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. 7ാം ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോൾ കുഞ്ഞിന് നില വഷളാവാൻ തുടങ്ങി. ചെറിയൊരു ചലനം മാത്രമേ അവനിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മടിയിൽ അവൻ കിടക്കുകയാണ്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വേറെ ഒരു അമ്മയ്ക്ക് ഇത് സഹിക്കാൻ കഴിയില്ല. നീ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ കൊടുക്കല്ലേ. അപ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, മോളെ, എൻ്റെ മകനോടടുത്തുള്ള ഗാഗുൽത്ത യാത്രയാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വികാരിയച്ഛൻ വന്ന് കുഞ്ഞിന് രോഗീലേപനം കൊടുത്തു. രോഗീലേപനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. നിശ്ചലമായിരുന്ന കുഞ്ഞിൻ്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ തുടങ്ങുന്നു. കുഞ്ഞ് കരയാൻ തുടങ്ങി. സാധാരണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പോലെ. അന്ന് രാത്രി സുഖമായി അവൻ ഞങ്ങളോടൊപ്പം കടന്നുറങ്ങി. പിറ്റേ ദിവസം ഉച്ചയോട് ഏകദേശം 12 മണിക്ക് അടുത്തപ്പോൾ അവൻ ഞങ്ങളെ വിട്ട് ഈശോയുടെ അടുത്തേക്ക് പോയി. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ജെറമിയയാണ്. ഞങ്ങളുടെ ജെറമിയായെ ഈശോയ്ക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. ഇന്ന് ഈശോയുടെ മടിയിലിരുന്ന് അവൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഈ ഒരു വർഷത്തിനുള്ളിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദരഫലം കൂടെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ 3 മാസം പ്രഗ്നൻ്റാണ്. ഈശോയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നേഴ്സിനെ തൊട്ടനുഗ്രഹിച്ച ഈശോ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സസിനെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് നമുക്ക് വചനം പങ്കുവച്ചു തന്ന ജോൺ അച്ഛനെയും
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.